ജപ്പാനിലെ ഇനോഷിമ എന്ന് പേരുള്ള ഒരു കുഞ്ഞ് ഐലൻഡിലേക്കാണ് ഞങ്ങൾ ഈ നടക്കുന്നത്. ദേ ആ കാണുന്നതാണ് ഇനോഷിമ സീ കാൻഡിൽ. ഈ പാലത്തിന്റെ സൈഡിൽ കുറച്ച് പേര് ബിസി ആയിട്ട് മീൻ പിടിക്കുകയാണെന്ന് തോന്നുന്നു. ഈ ഐലൻഡിൽ ഒരു ഫുൾ ഡേ കാണാനുള്ള അത്രയും കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ന്യൂ ഇയർ ഈവനിങ്ങിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അവിടെ സീ കാൻഡിൽ വരെ എത്താനായിട്ട് ഒരുപാട് നടക്കാനുണ്ട്. കയറുന്നവർക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനും ഇറങ്ങുന്നവർക്ക് സുവനീഴ്സ് ഒക്കെ വാങ്ങാനുള്ള കുറേ കടകൾ ഈ സ്ട്രീറ്റിലുണ്ട്. ഫസ്റ്റ് നമ്മൾ എത്തുന്നത് ഇനോഷിമ ഷ്രൈനിലാണ്. അത് 3 ഷ്രൈൻസ് ചേർന്നിട്ടുള്ളതാണ്. ഈ തണുപ്പിൽ ഇത് മുഴുവൻ നടന്നു കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുത്തെ എസ്കലേറ്റേഴ്സും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറി ചെല്ലുന്നത് ഇതുപോലെ ലൈറ്റൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. മാജിക്കൽ എന്നൊക്കെ പറയാം. വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ആയിരുന്നെങ്കിലും ആ മൊമെന്റിൽ നമുക്ക് തന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു. കുറേ ഹാപ്പി ഹോർമോൺസ് ഒക്കെ റിലീസ് ആയതുപോലെ തോന്നി. സീ കാൻഡിലിന്റെ മുകളിൽ കയറാനായിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അവിടെ റെസ്റ്റോറൻറ്റ്സും കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുകളിൽ 2 വ്യൂ ഡെക്സ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും മുകളിലാണ് ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഒബ്സർവേറ്ററി ഏരിയ വരുന്നത്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ ഇതുപോലെയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം വെർത്തായിരുന്നു എന്ന് മനസ്സിലാവും.